നമുക്ക് കലാമണ്ഡലം സത്യഭാമയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് തന്നെ ആദ്യം പോകാം. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നു. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ പരാമർശം. തന്റെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം വിശദീകരിച്ച രംഗത്ത് വന്ന RLV രാമകൃഷ്ണൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഞാൻ പൊതു ഒരു അഭിപ്രായം പറഞ്ഞു. എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ. വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എടുത്തോണ്ടോ? അയ്യോ എന്റെ പൊന്നു റിപ്പോർട്ടറെ, അയാൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അതറിയുന്നേ? ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ. ഞാൻ ആരും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി ചോദിക്കണതിന് ഇപ്പത്തെ കാര്യം? എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? ഒരു കുറ്റബോധമല്ല. ഞാൻ ഇനിയും പറയും. വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. അല്ല ഞാൻ ചോദിക്കട്ടെ, വിജയനോത്സവം ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളം എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എടുക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു, ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ആ കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കല്ല. നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ല എന്റെ കുട്ടീനെ ചാരിത്രം പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. മോൾ മത്സരത്തിന് പോണ്ട, ഒരു തൊഴില് പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല. പരാമർശത്തിൽ അതേസമയം ശക്തമായ പ്രതിഷേധമുയരുകയാണ്. അധിക്ഷേപം എങ്കിലും അവർ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. പറഞ്ഞതിൽ ഒരു കുറ്റബോധവും ഇല്ലെന്നായിരുന്നു അവർ നേരത്തെ പ്രതികരിച്ചത്. പരാമർശത്തിൽ RLV രാമകൃഷ്ണന്റെ നാടായ ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നിലവിലൊരു ആക്ഷേപത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പം നിലവിലില്ല. അത് കോടതിയിലാണ്. ഇപ്പോൾ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചത്. എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, 2 കേരള സംഗീത അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മയെ പോലും പറയുകയാണ്. പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയുക മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ
സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പോൾ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആൾ ശബ്ദം ഉയർത്താൻ പാടില്ല. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളമെമ്പാടും ഏതാണ്ട് സത്യഭാമ ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. കാരണം അവർ പറഞ്ഞ പരാമർശം ഒരിക്കലും സാംസ്കാരിക കേരളം അംഗീകരിക്കുന്നതല്ല. എത്ര വലിയ കലാകാരിയാണെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞു. അവിടെ ചാലക്കുടിയിൽ പ്രതിഷേധമുണ്ട്. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് രാമകൃഷ്ണൻ. മറ്റെന്തൊക്കെ പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു? രഞ്ജിത്ത്, വലിയ രീതിയിൽ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നു എന്നതാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക കേരളം ഒരിക്കലും പൊറുക്കാവുന്ന ഒരു കാര്യമല്ല ഈ സംഭവിക്കുന്നതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയേറെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും അവർ പറഞ്ഞതിൽ തന്നെ അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നു എന്നല്ലാതെ, അങ്ങനെ ഇത് വിശദീകരിച്ച് കൂടുതൽ വഷളാക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കുറച്ച് സമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് ഇത് സംബന്ധിച്ച് അവർ സംസാരിക്കുമ്പോൾ പോലും തൻ്റെ നിലപാട് വിശദീകരിക്കുമ്പോഴും ആദ്യം പറഞ്ഞ ഈ കറുപ്പ് എന്ന കാര്യത്തിലുള്ള അവർക്കുള്ള ആ വിദ്വേഷം, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉറപ്പിച്ച് തന്നെയാണ് അവർ അത് ആവർത്തിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അവർ ഒരു വിട്ടുപോക്ക് അവർ തയ്യാറല്ല. മറിച്ച് താൻ പറഞ്ഞത് ഇത് തന്നെയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് അവർ വിശദീകരിച്ച് പോവുകയും ചെയ്യുന്നു. ഏതായാലും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇത് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ RLV രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണവുമായി വന്നിരിക്കുന്നു. നേരത്തെ തുടങ്ങിയ പഠനകാലത്ത് തന്നെ തുടങ്ങിയ അധിക്ഷേപങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ വീണ്ടും ഇത് മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ വ്യക്തമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് അടക്കം നീങ്ങുമെന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാമകൃഷ്ണൻ്റെ പേര് ഒരു ഭാഗത്തും ഉപയോഗിച്ചില്ല എങ്കിൽ കൂടിയും കൃത്യമായ സൂചനകൾ ഇവർ ഇത് സംബന്ധിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് നേരെ തന്നെയുള്ളതാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ രാമകൃഷ്ണൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് ഈ കലാമണ്ഡലം സത്യഭാമ പ്രതികരിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറക്കെ പറയുക എന്നത് തന്നെയാണ്. കറുത്തവർ ഈ മോഹിനിയാട്ടം അടക്കമുള്ളൊരു കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെയും ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ സാംസ്കാരിക കേരളം പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പലരുടെയും പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത, ഈ RLV രാമകൃഷ്ണൻ ഡാനി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതേസമയം ഇപ്പുറത്ത് സത്യഭാമ പറയുന്നത് തെളിവൊന്നുമില്ല, തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ, താൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. നിയമ നടപടികളുടെയൊക്കെ ഒരു പരിവ് നമുക്കറിയാം. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. രാമകൃഷ്ണൻ പിന്തുണ കൂടുന്നുണ്ട് എങ്കിൽ പോലും നിയമ നടപടിയുമായി പോകാനുള്ള സാധ്യത ഉണ്ടോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ളൊരു പരിമിതി ഇത് തന്നെയാണ്. കാരണം പേരെടുത്ത് ഒരിടത്തും തന്നെയും പരാമർശം നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ കൂടി അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള, പേരെടുത്ത് പറയാതെ തന്നെയും ചില സൂചനകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ആ സൂചനകൾ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്, അതാർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള സൂചനകൾ തന്നെയാണ്. അങ്ങനെ കണ്ടുകൊണ്ടാണ് രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നത്. ഇവർ പരാമർശങ്ങൾ അത്ര കണ്ട് തന്നെ അധിക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ തന്നെ പോലെയുള്ള കലാകാരന്മാരെ അധിക്ഷേപിക്കുന്നതുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം കോടതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ്. തനിക്ക് വേണ്ടി കൂടിയല്ല ഇത് പോകുന്നത്. മറ്റുള്ളവർ ഈ രംഗത്ത് ചൂടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, കലാരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ, അവരെ ഇത്തരം വർണ്ണത്തിൻ്റെ പേരിൽ ഈ രീതിയിൽ മാറ്റി നിർത്തുന്നത്, എത്ര കണ്ട് ഇകഴ്ത്തി സംസാരിക്കുന്നത് എത്രമേൽ വൃത്തിഹീനമാണ്. ഇതുപോലെ
പോലെ സംസാരിച്ചു പോകുന്നത്. അതുകൊണ്ട് അതൊരു പാഠമാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് കണ്ട് ഈ രീതിയിലേക്ക് നടപടികളിലേക്ക് നിയമ നടപടികളടക്കം ഇതിൽ വേണം എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. തനിക്ക് വേണ്ടിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം നിയമ നടപടികളിലേക്ക് നീങ്ങിയേക്കാം. കാരണം ഇത്തരം കാര്യങ്ങളുടെ പേരിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോയേക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ കാണുന്ന പോലെ അതിലൊരു റിസൾട്ട് എന്നത് എത്ര കണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. പക്ഷേ ഒരു നടപടി എന്ന രീതിയിൽ തൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ ആ കാര്യങ്ങളിലേക്കടക്കം രാമകൃഷ്ണൻ കടന്നു ചെന്നേക്കാം. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം ശബ്ദങ്ങളുടെ ഒരു ഏകീകരണം അതിനി ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും ഏതായാലും വലിയ പ്രതിഷേധം സാംസ്കാരിക കേരളത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. RLV രാമകൃഷ്ണൻ നമുക്കറിയാം. രാമകൃഷ്ണൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ്. ഡോക്ടറേറ്റ് നേടിയ ആളാണ്. തൻ്റെ ഇഷ്ടവിഷയത്തിലടക്കം ഒരുപാട് ശിഷ്യന്മാർ ഉള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. ആ രാമകൃഷ്ണനെതിരെയാണ് ഈ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള ആക്ഷേപം ഒരു നർത്തകി സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു നർത്തകി ഉയർത്തുന്നത്. അത് വളരെ ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണ്. നർത്തകൻ RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം പ്രതിഷേധാർഹവും അപലപനീയവുമെന്ന് മന്ത്രി ആർ ബിന്ദു. കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതിവെറിയും വർണ്ണവെറിയുമാണ് പ്രകടമായത്. RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിൻ്റെ വഴികളിൽ പുതിയ സംഭാവനകൾ നൽകിയ പ്രതിഭയാണെന്നും മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18 പറഞ്ഞു. RLV രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. ഒരു കലാരൂപം അതിനെ സമർപ്പണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് ഒരു മിടുക്കനായ വിദ്യാർത്ഥിക്കുണ്ടായ ദാരുണാന്ത്യം. തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ടിപ്പർ ലോറികൾക്കെതിരെയുള്ള വല്ലാത്ത വികാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ചർച്ച നടന്നിരുന്നു. ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം എത്ര നഷ്ടപരിഹാരം നൽകിയാലും ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത്. പക്ഷേ ഇതിൽ ഇന്ന് തീരുമാനമുണ്ടായില്ല എന്നുള്ളതാണ്. സർവകക്ഷി യോഗം അലസിപ്പിരിയുകയാണുണ്ടായത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി ജില്ലാ ഭരണകൂടം ഉടൻ സർക്കാരിന് കൈമാറും. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് സർക്കാരും അദാനി ഗ്രൂപ്പും തീരുമാനമെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ചർച്ചയുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ഇന്നത്തെ ആൾ പാർട്ടി മീറ്റിംഗിന് വികാരം ഗവൺമെന്റിനെ അറിയിക്കുന്നത് അല്ല. നഷ്ടപരിഹാരം അദാനി ഇത്ര കൊടുക്കുമെന്നോ ആ കുടുംബത്തിന് ജോലി കൊടുക്കുമെന്ന് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഈ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചത്? പക്ഷേ തീരുമാനം വരുന്നതുവരെ ഈ ലോറിയുമായി അദാനി പൊള്ളി കൊണ്ടു ഞങ്ങൾ ഇന്ത്യൻ സംഭവിക്കത്തില്ല തീരുമാനിച്ചിട്ടുണ്ട്. സമരം ഞങ്ങൾ തുടരും. ഔട്ട്കം വേണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ തീരുമാനം വേണമെന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നതല്ലാതെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സാധാരണ കുടുംബത്തിന് ഒരു നീതി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒരു കോടിയിൽ കുറയാത്ത രൂപ ആ കുടുംബത്തിന് കൊടുക്കണം. സർക്കാർ ജോലി ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ അദാനിയാണ്. അദാനി കൊടുക്കാം. 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഈ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ചർച്ചയിൽ ഉയർന്ന ഒരു പൊതുവികാരം ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക നൽകണമെന്ന് തന്നെയായിരുന്നു. എന്തായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തോ? സർക്കാർ നിലപാട് എന്തായിരുന്നു? എങ്ങനെയാണ് ഈ ചർച്ചയിൽ തീരുമാനമാകാതെ പോയത്?
രഞ്ജിത്ത്, അദാനി ഗ്രൂപ്പ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തുറമുഖവുമായോ അല്ലെങ്കിൽ തുറമുഖത്തിൻ്റെ അനുബന്ധ പ്രദേശത്തോ ഒന്നുമല്ല ഇത്തരമൊരു അപകടം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കരാർ കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ വാഹനമാണ് ഇത്തരത്തിൽ ഈ കരിങ്കല്ല് വീണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഉപകരാർ കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അദാനി ഗ്രൂപ്പ് ഉള്ളത്. അക്കാര്യം അവർ ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇന്ന് സർവകക്ഷി യോഗം അലസപ്പിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് 1 കോടി രൂപ നഷ്ടപരിഹാരം അനന്തുവിൻ്റെ കുടുംബത്തിന് നൽകണമെന്ന കാര്യത്തിൽ എം വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉറച്ചു നിന്നു. പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും ആണ് എന്നായിരുന്നു യോഗം വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ നിലപാട്. എന്തായാലും എത്ര രൂപ നഷ്ടപരിഹാരം നൽകാൻ കഴിയുമെന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തതക്കുറവ് സർവകക്ഷി യോഗത്തിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ കഴിയില്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി അമിത ഭാരം കയറ്റി അമിത വേഗത്തിൽ ടിപ്പറുകൾ ചീറിപ്പായുന്നത് പതിവാണ്. അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ അധികാരികൾക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന പൊതുവിമർശനമുയർന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ തുറമുഖത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കെതിരെ എടുത്താൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടാകുന്നു, അതിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ എന്ന തരത്തിലുള്ളൊരു ആക്ഷേപം അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിനകം ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കാനാണ് ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന തീരുമാനം. ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ട ടിപ്പറുകൾ പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കും. അത് കൃത്യമായി പരിശോധനകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കും. അവിടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന വേണമെന്ന കാര്യമാണ് പൊതുവായി അവിടെ യോഗത്തിൽ ഉയർന്നു വന്ന കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് വാഹനവുമായി എത്തുന്ന അല്ലെങ്കിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് സർവകക്ഷി യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തത്. പക്ഷേ കോൺഗ്രസ് ആണ് യോഗം ബഹിഷ്കരിച്ചത്. ഈ ബഹിഷ്കരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി നേതാക്കൾ എടുത്തു പറഞ്ഞ കാര്യം, ഈ നഷ്ടപരിഹാര തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാരും അദാനി ഗ്രൂപ്പും തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് MLA എം വിൻസെന്റിന്റെ നേതൃത്വത്തിലുള്ളവർ സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായത്. രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും വീറും വാശിയും വർദ്ധിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങൾക്കും വാഗ്ദാനങ്ങളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും കളം പിടിക്കുകയാണ്. ത്രികോണ പോരാട്ട ചൂടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമാണ് ഇന്ന് ന്യൂസ് 18 കേരളം. MG രേണുകയും എൽദോ പോൾ പുതുശ്ശേരിയും ഒപ്പം കിരൺ ബാബുവും വിവിധ സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേരും. ആദ്യം രേണുകയിലേക്കാണ്. രേണുക, തരൂർ വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാം തരൂരിൻ്റെ ഒരു ആത്മവിശ്വാസം അത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം 2 തവണ MP ആയ ഒരാളാണ്, 3 തവണ MP ആയ ഒരാളാണ്. 4ാം പോരാട്ടത്തിൽ ഇറങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ വോട്ടർമാർ അത്ര പെട്ടെന്ന് തന്നെ കൈവിടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു തരൂർ. ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ തരൂർ കൂടുതലായി കാണുന്ന വിശ്വാസം എന്താണ്? രഞ്ജിത്ത്, തികഞ്ഞ ആത്മവിശ്വാസമാണ് ശശി തരൂരിനെ സംബന്ധിച്ചുള്ളത്. 4ാം തവണയും തിരുവനന്തപുരത്തുകാർ തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. ആ ആത്മവിശ്വാസമുണ്ട്. അതിനപ്പുറം പക്ഷേ തിരക്ക് പിടിച്ചുള്ള പ്രചാരണ പരിപാടികളിലേക്ക് ശശി തരൂർ കടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ദിവസം ഇനിയും ഒരുപാടുണ്ട് എന്നതാണ് തരൂരിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തിപരമായി ഉള്ള കൂടിക്കാഴ്ചകൾക്കൊക്കെയാണ് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കാണുക, വോട്ട് അഭ്യർത്ഥിക്കുക, അവരുമായുള്ള ബന്ധം സുദൃഢമാക്കുക, ആ തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലാണ് തരൂർ ഏർപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് പ്രചാരണ വാഹനങ്ങളോ പര്യടനങ്ങളോ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. വലിയ പ്രവർത്തകരുടെ കൂട്ടവും ഒന്നുമില്ല. കഴിഞ്ഞ തവണകളിലുമൊക്കെ തരൂരിന്റെ പ്രചരണ രീതികൾ ഇതുതന്നെയായിരുന്നു. അതുതന്നെ മതി. മറ്റ് മുന്നണികളുടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ആത്മവിശ്വാസം തരൂരിന്റെ മുഖത്തുണ്ട്. നമുക്കറിയാം തരൂർ എവിടെ ചെന്നാലും ഇപ്പോഴും താരമാണ്. അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാനൊക്കെ ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. 3 വർഷം, ഏതാണ്ട് 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതൊന്നും അദ്ദേഹത്തിന്റെ താരത്തിളക്കത്തിനെ ഇളക്കിയിട്ടില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചകൾക്കകം മാത്രമേ വലിയ തിരക്ക് പിടിച്ച പ്രചാരണ പരിപാടികളിലേക്ക് തരൂർ ക്യാമ്പ് നീങ്ങുന്നുള്ളൂ. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ തനിക്കൊപ്പം എന്ന് അദ്ദേഹം പറയുന്നു.
ഇവിടെ ത്രികോണ മത്സരമാണ് എന്ന് പറയുന്നു. സംസ്ഥാനത്ത് LDFും UDFും തമ്മിലാണ് മത്സരം. പക്ഷേ ഇവിടുത്തേത് ത്രികോണ മത്സരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനപ്പുറം BJP ആണ് പോരാളി എന്ന് പറയുന്നില്ല. ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. താൻ എന്തൊക്കെ ചെയ്തു എന്നത് രേഖയാക്കിയിട്ടുണ്ട്. അത് അക്ഷരാഭ്യാസമുള്ളവർക്ക് വായിച്ചു നോക്കാം. താൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവർക്ക് അത് വായിക്കാനുള്ള സമയമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. 3 തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ അതിലേറ്റവും അധികം അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിയത് O രാജഗോപാൽ എന്ന സ്ഥാനാർത്ഥിയാണ്. അന്ന് അദ്ദേഹത്തിന് ഒപ്പം നിന്നത് 4 നിയമസഭാ മണ്ഡലങ്ങൾ O രാജഗോപാൽ ലീഡ് നേടുമ്പോഴും അദ്ദേഹത്തിനൊപ്പം നിന്നത് പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയുമാണ്. തീരമേഖല, ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള മേഖല, അത് തരൂരിനൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ് BJPക്ക് അവരുടെ സംസ്ഥാനത്ത് ഏറ്റവും അവർ സാധ്യത കൽപ്പിക്കുന്ന 2 തവണ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം കയ്യെത്തിപ്പിടിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ആ മേഖലകൾ കൈയടക്കാനുള്ള തീവ്ര ശ്രമം നടത്തുമ്പോൾ പോലും പക്ഷേ അവരുടെ പിന്തുണ തനിക്കൊപ്പം എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് തരൂർ. അവർ തന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തികളെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ്. സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കാണുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ ത്രികോണ പോരാട്ടമാണെങ്കിലും താൻ തന്നെ ജയിക്കുമെന്ന് പറയുന്നു. താൻ വിശ്വപൗരനല്ല, സാധാരണക്കാരനാണ്, സാധാരണ ഒരു ആളാണ്. പഠിച്ചു, സ്കോളർഷിപ്പോടെ പഠിച്ചു എന്നതേ ഉള്ളൂ. കിട്ടിയ അവസരങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ചു എന്നതേ ഉള്ളൂ. അതിനപ്പുറം താൻ സാധാരണക്കാരനാണ് എന്നതാണ് ശശി തരൂർ പറയുന്നത്. ഇവിടെ നിന്ന് ജയിച്ചു പോയാലും രാജീവ് ചന്ദ്രശേഖർ എന്തായാലും ഇനി കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നില്ല. കാരണം BJPക്ക് അനുകൂലമല്ല രാജ്യത്തെ സാഹചര്യങ്ങൾ എന്നുകൂടി ശശി തരൂർ പറയുന്നു. അദ്ദേഹത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ LDF നിർത്തുമ്പോൾ BJPയും അവരെ സംബന്ധിച്ച് തരൂരിനെ എതിരിടാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പോലും തന്റെ സാധ്യതകൾക്ക് യാതൊരു തരത്തിലും മങ്ങലേൽക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് തരൂർ. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായും വിശ്രമത്തിനായും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. രാവിലെ അദ്ദേഹം NSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം കൈത്തറി കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. വ്യവസായ മന്ത്രിയുടെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. അത് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പെൻഷൻ മുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിച്ചു. പട്ടിണി കിടക്കുന്ന ആളുകളെ കാണണം, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ജോലി ചെയ്തത്. ജോലി ചെയ്തിട്ട് പോലും അവർക്ക് പൈസ കുടിശ്ശികയിട്ടിരിക്കുന്നു. സ്കൂൾ യൂണിഫോം ഇനത്തിലൊക്കെ കൊടുക്കാനുള്ള പൈസ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് തരൂർ ഉന്നയിച്ചത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇനി CETയിലേക്കാണ് പോകുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റേതായ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലാണ് തരൂർ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതേയില്ല. ഉറച്ച ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം. അതാണ് MG രേണുക റിപ്പോർട്ട് ചെയ്യുന്നത്. ശശി തരൂരിൻ്റെ രീതികൾ അങ്ങനെയാണ്. നമുക്കിനിയും കിരൺ ബാബുവിലേക്ക് ഒന്ന് പോകണം. കിരൺ, രാവിലെ മുതൽ പന്ന്യൻ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ നമുക്കറിയാം തിരുവനന്തപുരത്തിന് പരിചയപ്പെടുത്തേണ്ട ആളല്ല, MP ആയ ആളാണ്. ഇത്തവണ LDFിന് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അല്ലേ കിരൺ? ഏറ്റവും വലിയ സ്ഥാനാർത്ഥി LDFിന് അവതരിപ്പിക്കാൻ പറ്റിയ CPM കേന്ദ്രങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു പന്ന്യന് വേണ്ടി. എന്താണ് പന്ന്യൻ പ്രകടിപ്പിക്കുന്ന ഒരു വിജയപ്രതീക്ഷ? കഴിഞ്ഞ തവണത്തെ പോരാട്ടം പോലെ 3ാം സ്ഥാനത്തെത്തുകയല്ലോ സ്വാഭാവികമായ ലക്ഷ്യം. രഞ്ജിത്ത്, ഇത്തവണ ഒരു വിജയം എന്ന് തന്നെയാണ് CPIയുടെയും ഇടതുമുന്നണിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാവായ പന്ന്യൻ രവീന്ദ്രനെ തന്നെ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു അറിയിച്ച നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് പാർട്ടി കൊണ്ടുവന്നത് നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിരുന്നു, നിർബന്ധപൂർവ്വം ഇങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് വന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: രാജ്യം നിർണായകമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്നുള്ളത് ഈ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തിന് മറ്റൊന്നും തടസ്സമല്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെന്നും അങ്ങനെ ഒരു വിജയപ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ചാൾസ് മുമ്പ് തുടർച്ചയായി 3 തവണ ഇവിടെ വിജയിച്ചിരുന്നു. അന്ന് KV സുരേന്ദ്ര എന്ന് പറയുന്ന, ഇപ്പോൾ പന്ന്യന് സമാനമായി തന്നെ ലളിതമായ ജീവിതം നയിക്കുന്ന തിരുവനന്തപുരത്തുകാർക്ക് വളരെ സുപരിചിതനായ ആശാൻ എന്ന് വിളിക്കുന്ന KV സുരേന്ദ്രനാഥാണ് മത്സരിച്ചുകൊണ്ട് അന്ന് ചാൾസിനെ പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ തുടർച്ചയായി 3 തവണ വിജയിച്ച ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന തിരുവനന്തപുരത്തിൻ്റെ മുൻ MP തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഇതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, ഞാൻ കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരത്ത് തന്നെ ഉള്ളയാളാണ്. ഇനിയും ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും. ഏതു സമയവും ആളുകൾക്ക് എന്നെ ഫോണിൽ വിളിക്കാം. ഞാൻ താമസിക്കുന്നിടത്ത് ഏതാളിനും എപ്പോൾ വേണമെങ്കിലും വന്നു കാണാം. തനിക്ക് അത്രത്തോളം ജനങ്ങളുമായി ഏത് തരത്തിൽ വന്നാലും ബന്ധപ്പെടാൻ പ്രയാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത് മറ്റ് സ്ഥാനാർത്ഥികളെ ഉന്നം വെച്ചാണോ പറയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെയും വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, എനിക്കെന്ത് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ശശി തരൂരായാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും ഈ രണ്ടുപേരെയും സാധാരണ ആളുകൾക്ക്
എത്തിപ്പെടാൻ അല്ലെങ്കിൽ അവരുമായി ഫോണിൽ പോലും ബന്ധപ്പെടാനുള്ള പ്രയാസങ്ങളുണ്ട്. അവരുമായി നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഉള്ള പ്രയാസങ്ങൾ, ഇവർക്കെതിരെ വ്യാപകമായ പരാതികൾ പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെയാണെങ്കിൽ അത്തരത്തിലേക്കുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല, ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിളായ ഒരാളാണ്. അത് ഞാൻ മുമ്പ് MP ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ തെളിവ് കൂടി ജനങ്ങൾക്കുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നു, ഞാൻ ആഗോള പൗരനോ രാജ്യാന്തര പൗരനോ ഒന്നുമല്ല, ഞാൻ ഈ സാധാരണക്കാരനായ ഒരു പൗരനാണ്. അവരൊക്കെ വലിയ ആളുകളാണെങ്കിൽ ഞാൻ സാധാരണക്കാരായ പൗരന്മാർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി ഒപ്പം നിൽക്കും ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും. എങ്ങനെയായിരുന്നു താൻ നേരത്തെ MP ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊപ്പം നിന്നത്, അതേ രീതിയിൽ തന്നെ പൂർണ്ണമായും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് പറയുന്നു. അദ്ദേഹം പ്രചാരണത്തിൽ പ്രധാനമായും ഉന്നം വെക്കുന്നത് അതുതന്നെയാണ്. പന്ന്യൻ രവീന്ദ്രന് സാധാരണക്കാർക്കിടയിലുള്ള സ്വാധീനം അവരിൽ ഒരാളായി പന്ന്യൻ രവീന്ദ്രനെ സാധാരണക്കാർ കാണുന്നുണ്ട്. അതിനെ പ്ലസ് പോയിന്റായി എടുത്തുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം മറ്റൊരു രാഷ്ട്രീയം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് ജയിച്ച സമയത്തെല്ലാം BJP ജയത്തിനെ തടയാൻ വേണ്ടി കോൺഗ്രസിന് വലിയ തോതിലേക്ക് ആളുകൾ വോട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫലം കൂടിയായിരുന്നു ശശി തരൂരിൻ്റെ വിജയം. ഇക്കുറി അതുണ്ടാവില്ല. BJP ജയം തടയാൻ വേണ്ടി മാത്രമല്ല, UDF-ലേക്ക് പോയ അത്തരം വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകളടക്കം അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകളടക്കം ഇക്കുറി തനിക്ക് ലഭിക്കും, അത് LDF-ൽ ലഭിക്കും. അങ്ങനെ LDF-ൻ്റെ വിജയം, LDF-ൻ്റെ വോട്ട് LDF-ൻ്റെ പെട്ടിയിൽ വന്നു വീണാൽ LDF-ന് വിജയം ഉറപ്പാണ് എന്ന രാഷ്ട്രീയം കൂടി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നുണ്ട്. അതാണ് LDF-ൻ്റെ ആത്മവിശ്വാസം. ഏതായാലും പന്ന്യനെ പോലെ ഒരു പോരാളി ഇറക്കിയാണ് LDF ഇത്തവണ തിരുവനന്തപുരം പിടിക്കാൻ ശ്രമിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിക്കുന്നു. പാലക്കാട്ടുകാരനാണ്. എൽദോ പോളുണ്ട് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം. എൽദോ, രാവിലെ മുതൽ സ്ഥാനാർത്ഥിക്കൊപ്പം എൽദോ ഉണ്ട്. നമുക്കറിയാം എൽദോയും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ നേരത്തെ പങ്കുവച്ചത് നമ്മൾ കണ്ടതാണ്. ഈ പര്യടന സ്ഥലത്തൊക്കെ എൽദോയും പോകുന്നുണ്ട്. BJP ചന്ദ്രശേഖറിന് ആദ്യത്തെ പോരാട്ടമാണ്. ഈ ആദ്യത്തെ ആക്ഷേപവും തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായത് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നോക്കി കാണാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഈ തിരുവനന്തപുരത്തുകാരുമായി ഇതിനകം തന്നെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞോ രാജീവ് ചന്ദ്രശേഖർ? രഞ്ജിത്ത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ കിരൺ ബാബുവും രേണുകയും ഒക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രചരണ രംഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എന്തെങ്കിലും പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും BJP ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മറ്റ് 2 സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് വളരെ കൃത്യമായി അവരിപ്പോൾ ഈ പകൽ സമയമൊക്കെ പകുതിയും വിശ്രമത്തിനും ഒക്കെ മാറ്റിവെക്കുമ്പോൾ NDA ക്യാമ്പ്, NDAയുടെ പ്രവർത്തകർ അത് വിശ്രമമില്ലാതെ തുടരുകയാണ്. BJPക്ക് ഇത്തവണ തിരുവനന്തപുരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അത് ഏത് വിധേന നേടിയെടുക്കുക എന്നുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ഇതുവരെയും ഒരു ഭക്ഷണത്തിനായുള്ള ഒരു ഇടവേള പോലും എടുത്തിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ഈ കാച്ചാണി ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഈ ഗൃഹ സന്ദർശനം തുടരുകയാണ്. ഒരു 2:45 കൂടിയാണ് ഇവർ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ പോലും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഊർജിതമായിട്ടുള്ള ശ്രമം NDAയുടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കിരൺ ബാബു സൂചിപ്പിച്ച ഒരു കാര്യം, പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഒരു ഈസിലി ആക്സസിബിൾ ആണ് എന്നുള്ള ഒരു വാദം ഞാൻ ഇതേ കാര്യം തന്നെ രാജീവ് ചന്ദ്രശേഖരോട് ചോദിച്ചു. ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് ഏറ്റവും അടുത്ത് ഒരു ഫോൺ വിളിക്കപ്പുറത്ത് ലഭ്യമാകുന്ന ഒരു MP ആകുമോ താങ്കൾ ജയിച്ചാൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഒരു ഉറപ്പ്, ഐ പ്രോമിസ്, ഞാൻ ഉറപ്പ് നൽകുന്നു, സത്യം ചെയ്യുന്നു, അതായത് ഒരു ഇമെയിൽ IDയും ഒരു ഫോൺ നമ്പറും അത് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഏത് സമയവും ബന്ധപ്പെടാൻ വേണ്ടി ഓപ്പൺ ആക്കി കൊടുക്കും. ആ ഫോൺ നമ്പറും ആ ഇമെയിൽ IDയും സദാസമയം പ്രവർത്തിക്കുകയും അതിന് കൃത്യമായുള്ള മറുപടിയും ഉത്തരവും ലഭിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ മറുപടി. ഒരുപക്ഷെ ഈ പന്ന്യൻ രവീന്ദ്രനും LDF ക്യാമ്പും ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിന് മറുപടി എന്നോണം അദ്ദേഹം കരുതിയതോ പറഞ്ഞതോ ആകാം. അത് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയായി മാറുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് കൂടുതലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോസ്റ്റൽ വോട്ടുകൾ, കോസ്റ്റൽ പ്രദേശങ്ങൾ, തീരദേശങ്ങളിലെ വോട്ട് അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഇന്ന് BJP പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്രഹസന്ദർശനങ്ങളിലാണ്. ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, കൂടുതൽ പ്രമുഖരായിട്ടുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് അവരിലൂടെയും സ്വാധീനം ചെലുത്തി വോട്ട് ലഭിക്കാവുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെയും BJPയുടെയും ഇന്നത്തെ പ്രധാന പരിപാടികൾ. അപ്പം അങ്ങനെ അത്തരത്തിൽ ഈ മീറ്റിങ്ങുകൾ, കൂടിക്കാഴ്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഗ്രഹസന്ദർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാത്ത, ഇടവേളയില്ലാത്ത കൊടും ചൂടിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
വളരെ കൃത്യമായിട്ടും BJP ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല ഗൃഹ സന്ദർശനങ്ങളിൽ വലിയ തോതിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കാനും BJP പ്രാദേശിക നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പമുള്ള ആളുകളെക്കാൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വലിയ ധാരണയില്ല ഇനി അടുത്തത് എങ്ങോട്ട് പോകുമെന്നുള്ളതും. അവരെ കൊണ്ടുപോകുന്നത് ഈ BJPയുടെ പ്രാദേശിക നേതൃത്വമാണ്. അപ്പോൾ പ്രാദേശിക നേതൃത്വം വളരെ ആസൂത്രിതമായ ചിട്ടയോടുകൂടി തന്നെ സമയനിഷ്ഠ പുലർത്തിക്കൊണ്ട് തന്നെ ഈ ഗൃഹ സന്ദർശനങ്ങൾ പൂർത്തിയാക്കുന്നു. ആളുകളെ പ്രവർത്തകരെ അവിടെ എത്തിക്കുന്നതിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ BJPക്ക് ആത്മവിശ്വാസത്തിലാണ്. കടമ്പകൾ ഏറെയുണ്ട്. BJPക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കണം എന്നത് ശരി തന്നെ. പക്ഷേ അപ്പോഴും അതിനായുള്ള ഒരു ഊർജിത ശ്രമം, വികസനത്തിന് അനിവാര്യമായ മാറ്റം, നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പ്, അത് രാജീവ് ചന്ദ്രശേഖർ നിറവേറ്റും എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് ഓരോ പ്രവർത്തകരോടും ജനങ്ങളോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രഞ്ജിത്ത്, ശരി. എൽദോ പോളും കിരൺ ബാബുവും MG രേണുകയുമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്പന്ദനങ്ങൾ പ്രേക്ഷകർക്കായി രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളും ന്യൂസ് 8 സംസാരിച്ചിരുന്നു. ആദ്യം പന്നിൻ രവീന്ദ്രനിലേക്ക് പോകാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് ചുളുവിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു. ഒപ്പം BJP ഇത്തവണ 3ാം സ്ഥാനത്ത് പോകുമെന്ന ആത്മവിശ്വാസവും പന്നിൻ പങ്കുവച്ചു. നമുക്കൊപ്പം ശ്രീ പന്നിൻ രവീന്ദ്രൻ ചേരുകയാണ്. എങ്ങനെയാണ് പ്രചരണം തുടങ്ങി? മുൻ MP ആണ്, ഇപ്പോൾ വീണ്ടും ഒരു മത്സരത്തിൽ മാറിയതിനു ശേഷം വീണ്ടും പാർട്ടിയുടെ എല്ലാം നിർബന്ധത്തിൽ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അല്ല, നിർബന്ധത്തിന് മാത്രമല്ല, രാജ്യത്തിലെ സാഹചര്യം എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതിൽ എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടി പറയുന്നത് നിങ്ങൾ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ മറ്റു തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു പാർട്ടി ഭടൻ എന്ന രീതിയിൽ എൻ്റെ തീരുമാനം. നമ്മുടെ രാജ്യം വളരെ അപകടകരമായ സ്ഥിതിയാണ്. രാജ്യത്തെ കൊണ്ടുപോയി മുതലാളിമാർക്ക് വിൽക്കുക ഒരു ഭാഗത്ത്, രാജ്യത്തിലെ ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുക മറുഭാഗത്ത്. ഇത് രണ്ടും നമ്മുടെ നാട്ടിലിപ്പോൾ നിൽക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും വരുമ്പം എനിക്കെല്ലാവരെയും പരിചയമുണ്ടല്ലോ. തിരുവനന്തപുരത്തുകാരെ ഞാനൊരു പുതുമയുള്ളതല്ലല്ലോ, പരിചയമുണ്ടല്ലോ. ആ പരിചയമുള്ള ആളുകളെ നേരിട്ട് സംസാരിക്കാനും അവരുമായി കാര്യങ്ങൾ പറയാനും അവരുടെ വിഷയങ്ങൾ നമ്മൾ നേരിട്ടറിയാനും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കഴിയും. എന്നും ഞാൻ അവരെ കൂടി ഉണ്ടാവും. 40 വർഷമായി ഞാനിവിടെ ജീവിക്കുകയാണ്. ഇനിയും ഞാൻ അവിടെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിലെ വിധി എന്തായാലും തിരക്കുള്ള പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ എവിടെയും പോവില്ല. മറ്റു 2 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്ത് ഇല്ലാത്തവരാണ് എന്നതുകൂടി സൂചനയാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ ഒരു വാക്കും പറയാറില്ല. അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒറ്റ വാക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങളെ കൂടെ ഞാനുണ്ടാവും പൂർണ്ണമായും. പാർലമെൻറ്റിൽ ആണെങ്കിൽ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൂടി ഉണ്ടാവും. ഏത് സമയം ആർക്കും വരാം. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, ജനങ്ങൾ സാധാരണഗതിയിൽ നാളെ ധാരണ ജനങ്ങൾ ദാസന്മാരല്ല. ജനങ്ങളെ ദാസന്മാരാ നേതൃത്വം, പാർട്ടി നേതൃത്വം. ജനപ്രതിനിധികൾ എന്ന് പറയാൻ ജനങ്ങൾക്ക് താഴെയാണ്. ജനങ്ങളാണ് വിധികർത്താക്കൾ. ആ ജനപ്രതിനിധികൾ പല ധാരണ എന്താ, നമുക്ക് വോട്ട് കിട്ടി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാ മേലെന്നാ. നോ, ഈ നാട്ടിലെ ഓരോ വോട്ടറും നമ്മുടെ നാട്ടിൽ നമ്മളെ യജമാനന്മാരാന്നുള്ള ബോധം നമ്മളെ നയിക്കണം. പന്നിൻ രവീന്ദ്രനാണ് കിരൺ ബാബുവിനോട് സംസാരിച്ചത്. തിരുവനന്തപുരം ത്രികോണ പോരാട്ടം തന്നെയാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. 2 സ്ഥാനാർത്ഥികളെ വില കുറച്ച് കാട്ടുന്നില്ല എന്നും തരൂര് MG രേണുകയോട് പറഞ്ഞു. പ്രചാരണമൊക്കെ നന്നായി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് കുറച്ചൊരു നീണ്ടു പോകുന്ന ഒരു പ്രചരണമാണ്. നമുക്ക് മൊത്തത്തിൽ അവരെ അനൗൺസ്മെന്റിന് ശേഷം 42 ദിവസമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഓരോരോ ദിവസമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെയിലത്തിൽ ഓടി നടക്കുന്നതും എളുപ്പമല്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ നേതാക്കളുടെയൊക്കെ സന്ദർശനമാണ്. അല്ലല്ല, ഞാൻ ജംഗ്ഷൻ വിസിറ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. ഓരോരോ പിന്നെ ചില അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഉദാഹരണം ഇന്നാള് മിനിങ്ങാണ് സെന്റ് ജോസഫ് ഫീസ്റ്റ് ആയിരുന്നു. അപ്പോൾ 2-3 പള്ളിയിൽ പോയി സന്ദർശിച്ച് അവിടെ എല്ലാവരും ഫീസ്റ്റ് കൂടി അവരെ കാണാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വന്നാൽ പിന്നെ മസ്ജിദിൽ പോകാനോ, ഞായറാഴ്ച വന്നാൽ പള്ളിയിൽ പോകാനോ, അത് സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് നോമ്പ് നടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അവർ നോമ്പ് നിർത്തുമ്പോൾ ഓരോരോ വൈകുന്നേരം ഓരോരോ മസ്ജിദിൽ പോവുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നേതാക്കളെയും പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനും ഉപയോഗമുണ്ട്, അതും ചെയ്യുന്നുണ്ട്. ഓരോരു തിരുമേനിമാർ, ഓരോരു പ്രധാനപ്പെട്ട സാമൂഹ്യ നേതാക്കൾ അവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ സമയമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനത്തിൽ
ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാനിവിടെ 15 വർഷമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ തവണ കാണുകയല്ലല്ലോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്താൻ ആവശ്യമുണ്ടാവും ചില പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ. ഹാട്രിക് തികച്ചാണ് 4ാം മത്സരത്തിന് ഇറങ്ങുന്നത്. മനസ്സിലെന്താണ്? മനസ്സിന്റെ വിജയം തന്നെയാണ്. പിന്നെന്താ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രധാന എതിരാളി ആരാണ്? അല്ല, രണ്ടുപേരും ഇതൊരു ത്രികോണ മത്സരം തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാൻ സീറ്റ് എടുത്തത് CPI എന്നാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, പനിയൻ രവീന്ദ്രൻ തന്നെയായിരുന്നു സിറ്റിംഗ് MP ആ സമയത്ത്. അത് കഴിഞ്ഞ സീറ്റ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ 2 തവണ സെക്കൻഡ് സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP ആണ്. അപ്പോൾ രണ്ടുപേരും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, അതൊന്നും പ്രശ്നമില്ല. രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ആരൊക്കെ തമ്മിലാണ് പോരാട്ടം? അല്ല, സംസ്ഥാനത്തുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്കൊരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ മറ്റേവരും ഒരു വലിയൊരു ഫോഴ്സാണ്. ആരായിരിക്കും അവസാനത്ത് 2ാമത്തെ 3ാമത്തെ, അത് അവരുടെ ഇടയിൽ തർക്കം ചെയ്യട്ടെ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനാണ്, മറ്റേവരുടെ കുറവിനെ കുറിച്ച് സംസാരിക്കാനല്ല. രാജീവ് ചന്ദ്രശേഖറാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വികസനം ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതും. രാജീവ് ചന്ദ്രശേഖർ എൽദോയോട് സംസാരിച്ചു. ഗൃഹസന്ദർശനം, അതാണ് കീ വോട്ടർമാരെ തേടിയുള്ള യാത്രയായിരുന്നു ഭൂരിഭാഗം സമയവും രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള യാത്രയാണ് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഗൃഹസന്ദർശനങ്ങളൊക്കെ വീണ്ടും എങ്ങനെ സജീവമായി തുടരുന്നു? അല്ല, നന്നായി പോകുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി ഇതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കഴിവുള്ളൊരു MP, പറഞ്ഞത് ചെയ്യുന്നൊരു MP, നരേന്ദ്രമോദിജിന്റെ ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്ററായൊരു MP, അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഈ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു MP ആയിരിക്കുമോ രാജീവ് ചന്ദ്രശേഖർ? ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, ഇതുവരെ എല്ലാ റിക്വസ്റ്റും, ജനങ്ങൾ കൊണ്ടുവന്ന റിക്വസ്റ്റും ഞാൻ അതിന് മുകളിൽ 100% ആക്ട് ചെയ്യുന്നൊരു MP 18 കൊല്ലമായിട്ട് എൻ്റെ റെക്കോർഡ് അങ്ങനെയാണ്. ഓക്കെ, അത് ഇവിടെയും അങ്ങനെ നടക്കാൻ പോകുന്നത്. ഞാനൊരു ഇമെയിൽ ID, ഒരു ടെലിഫോൺ നമ്പറെല്ലാം അനൗൺസ് ചെയ്യും. ഞാൻ വളരെ ആക്സസിബിളും വളരെ ഓപ്പണും വളരെ റെസ്പോൺസീവ് MP ഞാനാവുമെന്ന് ഞാൻ എല്ലാവർക്കും ഒരു ഉറപ്പ് കൊടുക്കുന്നു. അതായിരുന്നു എൻ്റെ ട്രാക്ക് റെക്കോർഡ്, അതായിരിക്കും എൻ്റെ ട്രാക്ക് റെക്കോർഡ്, മുമ്പോട്ടും അത് തന്നെയായിരിക്കും എൻ്റെ ട്രാക്ക് റെക്കോർഡ്. ശരി, എന്നാൽ അടുത്ത വീട്ടിലേക്ക്, അടുത്ത ഗൃഹസന്ദർശനത്തിലുള്ള സമയമാണ്. യാത്ര തുടരുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഒരു ഇമെയിലും ഒരു മൊബൈൽ നമ്പറും അത് ജനങ്ങൾക്കായി എപ്പോഴും തുറന്നു കൊടുത്തിട്ടുണ്ടാകും. എന്താ, നമുക്ക് കാത്തിരിക്കാം. നമുക്ക് കൊല്ലത്ത് തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം. തിരുവനന്തപുരത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനാണ്. കൊടും ചൂടിലും പ്രവർത്തകർക്കൊപ്പം നിരത്തുകളിൽ സജീവമായി UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനുണ്ട്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും കാൽനടയായി വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഇലക്ഷൻ്റെ ആവേശം, പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, 32 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള പുനലൂരിൻ്റെ ചൂടിനെ ആവേശത്തിൻ്റെ ചൂടാക്കി മാറ്റി എന്നുള്ളതാണ് വസ്തുത. പ്രവർത്തകരും ബഹുജനങ്ങളും നൽകുന്ന ആവേശകരമായിട്ടുള്ള പിന്തുണ വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും പ്രോത്സാഹനവുമായി മാറിത്തീരുകയാണ്. അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാഠിന്യം സത്യത്തിൽ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ. അത് ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ്. കാരണം ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തകർ എന്നോടൊപ്പം ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൂടെ നടക്കാനും മുമ്പേ നടക്കാനും അവർ തയ്യാറാകുമ്പോൾ ഈ ചൂടിൻ്റെയും നടത്തത്തിൻ്റെയും ക്ഷീണം അറിയുന്നില്ല. അതുകൊണ്ട് ആവേശകരമായിട്ടുള്ള അനുഭവമാണ് 1ാം ഘട്ട പ്രചരണത്തിൻ്റെ 3ാം ദിവസമായിട്ടുള്ള ഇന്ന് പുനലൂർ പട്ടണത്തിൽ നിന്നും ആര്യങ്കാവ് തെന്മല പ്രദേശത്തു നിന്നും ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ, വിശേഷങ്ങൾ അതാണ്. ഇതിനിടയിൽ സാബു ജേക്കബിനെ, നമുക്കറിയാം 2020-യുടെ പ്രതിനിധിയായ സാബു ജേക്കബിനെ വെല്ലുവിളിച്ച് PV ശ്രീനിജൻ MLA രംഗത്ത് വന്നതും ഇന്ന് വലിയ വാർത്തയായി. ധൈര്യമുണ്ടെങ്കിൽ സാബു ജേക്കബ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ, കേരളത്തിൽ എവിടെ മത്സരിച്ചാലും പാർട്ടി അനുവദിച്ചാൽ താൻ എതിരെ മത്സരിക്കാം, വെല്ലുവിളികൾ അവസാനിപ്പിച്ച് തനിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണോ എന്നും ശ്രീനിജൻ ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ട് സാബുവിന് തന്നെ വിനയാകും. പറഞ്ഞതിന് വിരുദ്ധമായാണ് സാബു പ്രവർത്തിക്കുന്നത്. ബോണ്ട് വിവാദത്തിൽ 2020-യുടെ പ്രവർത്തകർ ആശയക്കുഴപ്പത്തിലാണെന്നും PV ശ്രീനിജൻ ന്യൂസ് 18-നോട് പറഞ്ഞു.
ഈ സാബു ജേക്കബ് എന്നെ ജയിപ്പിക്കാനാണ് മണ്ഡലത്തിൽ മത്സരിച്ചതെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഒന്നുമില്ല. അവർ ജയിക്കാൻ വേണ്ടി മത്സരിച്ച് കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ആളുകൾ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയാണ്. പിന്നെ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കട്ടെ. ഞാനൊരു സാബു ജേക്കബിനോട് ഇതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാബു ജേക്കബ് പുറത്തു നിന്ന് വെല്ലുവിളിക്കാതെ ഞാൻ പറയുന്നൊരു വെല്ലുവിളി ഏറ്റെടുക്കുക. കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കുക. അവിടെ വന്ന് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ സാബു ജേക്കബിനെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകും. ഡാനി, വലിയ വിവാദം, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്ന് നമുക്കറിയാം. അത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടാണ് ശ്രീനിജന്റെ ആയുധം. എന്താണ് ശ്രീനിജന്റെ വെല്ലുവിളി? രഞ്ജിത്ത്, കഴിഞ്ഞ കുറേ അധികം നാളെ, അതായത് തെരഞ്ഞെടുപ്പ് നടന്ന ആ സമയം മുതൽ ഇതുവരെയും ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പരസ്യമായിട്ട് തന്നെയും അത് തുടരുകയാണ്. അതിൻ്റെ ഒരു സമയം കൂടി കഴിഞ്ഞിരിക്കുന്നു. അതിലിപ്പോൾ പരസ്യമായി സാബു ജേക്കബിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ MLA കൂടിയായ PV ശ്രീനിജൻ. തന്നോട് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ ഇപ്പോൾ നടത്തുന്ന ഈ വെല്ലുവിളികൾ അവസാനിപ്പിച്ചുകൊണ്ട്, അതായത് സാബു ജേക്കബ് കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീനിജിനെ പൊതുവേദിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു, അത്തരം പ്രസംഗങ്ങൾ തുടരുന്നു. അങ്ങനെ പല രീതിയിലും ശ്രീ PV ശ്രീനിജനെ ലക്ഷ്യമിടുന്നു, CPM-നെ ലക്ഷ്യമിടുന്നു. അങ്ങനെ പ്രസ്താവനകൾ പലതുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് നേർക്കുനേരെ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് PV ശ്രീനിജൻ നിലവിലെ MLA-യുടെ ചോദ്യം. അത് കിഴക്കമ്പലത്താണെങ്കിൽ അങ്ങനെയാവാം, അതല്ല എങ്കിൽ ഏത് മത്സരത്തിനാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും താൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ തയ്യാറാണ്. പാർട്ടി കൂടി അനുവദിച്ചാൽ താൻ നേരിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന് ശ്രീനിജൻ MLA കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ സാബു ജേക്കബ് തയ്യാറുണ്ടോ എന്നാണ് ശ്രീനിജൻ്റെ ചോദ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വിവാദം അത് വലിയ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് 2020 അണികൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം തൻ്റെ ബിസിനസ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുകയും മറുഭാഗത്ത് നിന്നുകൊണ്ട് അത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു. അത് വലിയ തെറ്റാണ്, അവരെ അഴിമതിയാണ് കാണിക്കുന്നതെന്ന് ഒരു ഭാഗത്ത് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇരട്ട സ്വഭാവം കാണിക്കുന്ന രീതിയിലേക്ക് സാബു ജേക്കബ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ 2020 പ്രവർത്തകർ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളതെന്ന്. 2020 നിന്ന് പ്രവർത്തകർ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് എന്ന് PV ശ്രീനിജൻ MLA പറയുന്നു. തന്നെയും അവിടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ MLA എന്ന രീതിയിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. സർക്കാർ അതിനെല്ലാം തന്നെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള വികസന പദ്ധതികൾക്ക് അവിടെ എല്ലാ സഹായവും അടക്കം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ 2020 അല്ല വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് MLA കൂടിയായ PV ശ്രീനിജൻ പറയുന്നു. ഒപ്പം തന്നെ ഒരു മിച്ച ബജറ്റുള്ള ഒരു പഞ്ചായത്താണ് തങ്ങളുടേതെന്ന് പലകുറി സാബു ജേക്കബ് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊരു തെറ്റായ വ്യാഖ്യാനം മാത്രമാണ് എന്ന് MLA കൂടിയായ PV ശ്രീനിജൻ ചൂണ്ടിക്കാണിക്കുന്നു. ആ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് മിച്ച ബജറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ PV ശ്രീനിജൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു വിവാദത്തിൻ്റെ തലത്തിലേക്ക് കൂടി ഇരുവരും തമ്മിലുള്ള ഒരു വാക്തർക്കങ്ങൾ മാറിയിട്ടുണ്ട്. മത്സരത്തിന് പരസ്യമായി ക്ഷണിച്ചുകൊണ്ടാണ് ഇക്കുറി PV ശ്രീനിജൻ സാബു ജേക്കബിനെ വെല്ലുവിളിക്കുന്നത്. ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും ചില വിവാദങ്ങൾ പൊട്ടിപ്പൊളിച്ചിട്ട് കുറേ നാളുകളായി. എസ് രാജേന്ദ്രൻ എന്ന CPM-ൻ്റെ മുൻ MLA അവിടെ BJP-യിലേക്ക് പോകുമോ എന്നുള്ളതാണ് ചർച്ചയായിരുന്നത്. ഇന്നലെ പ്രകാശ് ജാവദേക്കറെ രാജേന്ദ്രൻ ഡൽഹിയിൽ പോയി കണ്ടതും ഏറെ ചർച്ചയായിരുന്നു. പക്ഷേ CPM നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ കൂടിക്കാഴ്ച അത് വിശദീകരിച്ചിട്ടുണ്ട് എസ് രാജേന്ദ്രൻ. ഇടുക്കി CPM ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. രാജേന്ദ്രൻ്റെ പിന്തുണയുമായി BJP-യിലേക്ക് ഇല്ലെന്നും CPM-നൊപ്പമെന്നും ആവർത്തിച്ചാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. പ്രകാശ് ജാവദേക്കറെ ഡൽഹിയിൽ കണ്ടത് വ്യക്തിപരമായുള്ള ആവശ്യത്തിനായിട്ടാണ്. ഇത് CPM നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. എൻ്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല. അങ്ങനെയാണേൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യണമെങ്കിൽ അത് നേരത്തെ നടന്നു പോയേനെ. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും BJP-യിലേക്ക് ചേരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാനോ പോയതല്ല. നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം 2 വട്ടം മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങളിന് വേണ്ടിയിട്ടാണ് പോയത്. ആ കൂട്ടത്തിൽ പൊതുവിൽ ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും 1-2 വാക്കുകൾ അങ്ങനെ സംസാരിച്ചു. അദ്ദേഹവും ഞാനുമായിട്ട് മറ്റ് വേറെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല.
ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും ഈ പാർട്ടിയുടെ നയമൊക്കെ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷേ ഇന്നലത്തെ ആ ഒരു തിരക്കങ്ങ് വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒന്നും പത്രം മീഡിയാസ് ഒന്നും ചിന്തിക്കേണ്ടതില്ല. എസ് രാജേന്ദ്രൻ്റെ വിശദീകരണം അംഗീകരിച്ച തരത്തിലാണ് ഇടുക്കി ജില്ലാ CPM സെക്രട്ടറി പറഞ്ഞത്. കുടുംബപരമായ ആവശ്യത്തിലാണ് എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്ന് CV വർഗീസ് പറഞ്ഞു. പാർട്ടിക്ക് സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. ഈ മാസം 31 മുതൽ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുമെന്നും CV വർഗീസ് പറഞ്ഞു. രാജേന്ദ്രൻ 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫിന് കുടുംബപരമായ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകണം. 31-ാം തീയതി മുതൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവും. MM മണിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോകുമെന്ന് കരുതുന്നില്ല എന്നാണ് മണി പറഞ്ഞത്. രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്നും MM മണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അയാൾ പാർട്ടി വിട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബാക്കി നമുക്ക് പിന്നെ പാക്കല്ല. അങ്ങനെ ആരെല്ലാം കാണുന്നു. പിന്നെ ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ച നടത്താറുണ്ടല്ലോ, കാണാറുണ്ടല്ലോ. എന്നോടെ ഞാൻ കോൺഗ്രസിൽ പോയിരുന്ന ഇല്ല. അയാൾ ഇന്ന് അത് ഇപ്പം എങ്ങോട്ട് വാർത്ത വന്നിട്ടുണ്ടോന്ന് അയാളെ കാണാൻ പോയത് ബന്ധുവിന്റെ നിർബന്ധം കൊണ്ട് പോയതാണ്. അത് ഖേദം പ്രകടിപ്പിക്കുന്നു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഇടുക്കിയിൽ ഈ വിവാദം കത്തുകയാണ്. രാജേന്ദ്രൻ വിശദീകരണം നൽകി എങ്കിൽ പോലും ഡൽഹിയിൽ പോയി കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു BJP നേതാവിനെ കാണുക എന്ന് പറയുന്നത് പാർട്ടി അണികൾക്ക് അത്ര ദഹിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. പ്രിൻസ് രാജേന്ദ്രൻ പറയുന്നുണ്ട് താൻ BJPയിലേക്ക് ഇല്ല എന്നും. പക്ഷേ അദ്ദേഹം CPMുമായി കാര്യമായി സഹകരിക്കുന്നുമില്ല. പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെയും സഹകരിപ്പിക്കാത്ത പശ്ചാത്തലമുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്? ഈ വിശദീകരണം നൽകുന്നുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ രാജേന്ദ്രൻ? രഞ്ജിത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാവ് കൂടിയായ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ LDF യോഗത്തിൽ പങ്കെടുത്തോടെയാണ് ഒരു പൊതുപരിപാടിയിലേക്ക് പാർട്ടി പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാനും നാളുകളായി പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ചും സസ്പെൻഷൻ കാലാവധിയിലൊക്കെ പൂർണ്ണമായും അകന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിനിടെ പലതവണ പാർട്ടി മാറുമെന്നടക്കമുള്ള ഊഹങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ചും BJPയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഊഹങ്ങളാണ് ഉയർന്നത്. BJP ദേശീയ നേതാക്കളടക്കം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിവരം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് രാജേന്ദ്രൻ കഴിഞ്ഞിടങ്ങളിലൊക്കെ അറിയിച്ചത്. തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ചർച്ച നടത്തുകയും പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നടന്ന LDF യോഗത്തിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. അന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയത് തുടർന്നും പാർട്ടി പ്രവർത്തനമായി തുടരുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്ന് രാജേന്ദ്രൻ അന്നും വ്യക്തമാക്കിയിരുന്നു. കാരണം ജില്ലാ നേതൃത്വവുമായി CPMന്റെ ജില്ലാ നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പൂർണ്ണമായും പരിഹരിച്ചതെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകനായി മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകനായി തുടരും എന്ന തരത്തിലാണ് അന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് വീണ്ടും തൊട്ടടുത്ത ദിവസം ദേശീയ നേതാവിനെ പോയി നേരിട്ട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അപ്പോൾ കൃത്യമായും തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് രാജേന്ദ്രൻ പറയുമ്പോഴും തുടർച്ചയായി ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും ചർച്ചകളും വരുന്നത് വീണ്ടും രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമോ എന്നുള്ള സൂചനകൾ നൽകുന്നു. കാരണം ഇപ്പം കാലങ്ങളായി ഈ രാജേന്ദ്രനെ കൃത്യമായും പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ ചില നേതാക്കൾ പ്രവർത്തകർ തനിക്കെതിരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മൂലം തന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണെന്നാണ് രാജേന്ദ്രൻ പലതവണ ആരോപിച്ചത്. പ്രത്യേകിച്ചും മൂന്നാറിലുള്ള ചില നേതാക്കന്മാർ തന്നെ മാറ്റി നിർത്താനായി ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ പ്രാഥമിക അംഗത്വം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുള്ളൂ എന്ന് രാജേന്ദ്രൻ കഴിഞ്ഞ ഡേറ്റൊക്കെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാർട്ടി തയ്യാറായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. പക്ഷെ എന്നാലും പാർട്ടി ഇപ്പോൾ CPM ഇപ്പോൾ വ്യക്തമാക്കുന്നത് രാജേന്ദ്രൻ പുറത്തേക്ക് പോയില്ല, ഉറപ്പായും പാർട്ടിക്കൊപ്പം ഉണ്ടാകും. അടുത്ത ദിവസം തൊട്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളടക്കം കടന്നുവരും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ MM മണിയും അടക്കമുള്ളവർ പ്രഖ്യാപിച്ചത്. എന്തായാലും രാജേന്ദ്രന്റെ നിലപാടുകൾ പ്രധാനമാണ്. കാരണം തോട്ടം മേഖലയിൽ ശക്തമായ ഒരു സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് രാജേന്ദ്രൻ. സ്റ്റാലിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി BJP നേതാവുമായ DV സദാനന്ദ ഗൗഡ. സീറ്റ് നിഷേധിച്ചതിലുള്ള അതൃപ്തി സദാനന്ദ ഗൗഡ പരസ്യമാക്കി. കോൺഗ്രസിൽ
നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. എന്നാൽ BJP-യിൽ തന്നെ തുടരും. പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമെന്നും കർണാടക BJP-യെ നിയന്ത്രിക്കുന്നത് ഒരു കുടുംബമാണെന്നും BS യെദ്യൂരപ്പയെ ലക്ഷ്യമിട്ട് സദാനന്ദ ഗൗഡ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി. മണ്ഡി മണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന് PCC അധ്യക്ഷയും സിറ്റിംഗ് MP-യുമായ പ്രതിഭ സിംഗ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം ഇല്ലെന്നായിരുന്നു പ്രതിഭ സിംഗിന്റെ പ്രതികരണം. തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചതായും പ്രതിഭ സിംഗ് പറഞ്ഞു. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് തീരുമാനത്തിന് പിന്നിൽ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തത് സർക്കാരിനെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി. ഇടുക്കിയിൽ ഇത്തവണയും ഇരട്ട വോട്ട് വിവാദം. ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ 50,000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് UDF-ന്റെ ആരോപണം. ഇരട്ട വോട്ടുകളുടെ ആനുകൂല്യം പറ്റുന്നത് LDF എന്നാണ് NDA ആരോപിക്കുന്നത്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നാണ് LDF-ന്റെ മറുപടി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതായി ആരോപിച്ച് കോഴിക്കോട് വടകരയിൽ UDF നേതാക്കൾ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ, ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. UDF അനുകൂല വോട്ടുകൾ ചേർക്കാതിരിക്കുന്നതായാണ് പരാതി. ഇലക്ഷൻ ഓഫീസ് CPM-ന്റെ വാർ റൂമായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു. എറണാകുളം പരവൂരിൽ മരുമകളെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ചു. പറവൂർ വടക്കുംപുറം ഷാനുവിനെയാണ് ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ കഴുത്തറത്ത് കൊന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമായത്? രഞ്ജിത്ത്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരുമകളെ അമ്മായിയച്ഛൻ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി അതിനുശേഷം ഈ ഭർത്തൃപിതാവ് തൂങ്ങി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ചില കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് ഭർത്താവ് സിനോജ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് സിനോജിന്റെ അച്ഛൻ ഇത്തരത്തിലൊരു ക്രൂരത മരുമകളോട് കാണിച്ചത്. എന്തായാലും ഇരുവരുടെയും മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ബന്ധുക്കളും അയൽവാസികളുമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അയൽവാസികളുമൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ക്രൂരത പെട്ടെന്ന് എന്തിനാണ് ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭർത്താവ് സിനോജ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. നാട്ടുകാരാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം കണ്ടു. സമീപവാസിയായ ഒരാൾ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ആളനക്കം കേൾക്കാതിരുന്നത്. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടെത്തിയിരിക്കുന്നത്, സെബാസ്റ്റ്യനെ കണ്ടെത്തിയത്. പിന്നീട് വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് മരുമകളായ ഷാനുവിനെ കഴുത്ത് അറുത്ത നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഷാനുവിനെയും മൃതദേഹം കണ്ടപ്പോൾ തന്നെ ഷാനു മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അതിനുശേഷം സെബാസ്റ്റ്യനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ICL ഫിൻകോർപ്പ് തങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി മമ്മൂട്ടിയെയും സാമന്തയെയും നിയമിച്ചു. ഇന്ത്യയൊട്ടാകെ അംഗീകരിക്കപ്പെട്ട പ്രഗത്ഭരായ വ്യക്തികളെ ബ്രാൻഡ് അംബാസഡർമാരാക്കുന്നത് വഴി വളർച്ചയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ICL ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ തങ്ങൾക്ക് വളരെ അഭിമാനവും പ്രതീക്ഷയുമുണ്ടെന്നും ICL ഫിൻകോർപ്പുമായുള്ള ഈ ബന്ധത്തിന് താരങ്ങളോടുള്ള നന്ദിയും അദ്ദേഹം പങ്കുവച്ചു. 32 വർഷത്തെ പാരമ്പര്യമുള്ള ICL ഫിൻകോർപ്പിന് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലായി ഇന്ത്യയിലുടനീളം നിരവധി ശാഖകളുണ്ട്.
വർഷ റെയിൻ സ്ക്വയർ ഗട്ടറിൻ്റെ പുതിയ പ്രോഡക്റ്റ് ആയ സ്മാർട്ട് ലീക്ക് ലോക്കർ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു. നടൻ ടിനി ടോമാണ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. മാനേജിംഗ് ഡയറക്ടർ എൽദോസ് PJ, മാനേജിംഗ് പാർട്ണർ ഷിഹാബുദ്ദീൻ, RJ സുരാജ്, ഷിജു ഷാജി തുടങ്ങിയവരോടൊപ്പം മറ്റ് പ്രമുഖരും പങ്കെടുത്തു. മഴക്കാലത്ത് വീടുകൾക്ക് ഉണ്ടാകുന്ന ചോർച്ചയെ പരിഹരിക്കുന്നത് മഴവെള്ളപ്പാത്തികളാണ്. മഴവെള്ളപ്പാത്തികൾ നേരിടുന്ന ലീക്കേജിനെ കൂടി തടയുന്ന വിധത്തിലുള്ള അത്യാധുനിക സംവിധാനമാണ് വർഷ സ്മാർട്ട് ലീക്ക് ലോക്കർ. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ലീക്കേജ് സംവിധാനം അവതരിപ്പിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും നിലനിൽക്കുന്ന തരത്തിലാണ് സ്മാർട്ട് ലീക്കേജ് ലോക്കറുകൾ തയ്യാറാക്കിയിട്ടുള്ളത്.